ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വേണ്ടിയിട്ട് ഇൻട്രോ എടുക്കാൻ ഞാൻ കുറേ കളിച്ചു. പക്ഷേ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് ഡയറക്റ്റ് പിന്നെ വോയിസ് കൊടുത്തിട്ട് എടുക്കാൻ അങ്ങനെ അങ്ങോട്ട് ആവുന്നില്ല. അപ്പോൾ ഇപ്പം ഞാൻ മാറ്റിയിട്ടാണ് കേട്ടോ ഉള്ളത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഇപ്പം ഇങ്ങനെ രാവിലെ തന്നെ മാറ്റി നിൽക്കുന്നതെന്ന്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടുണ്ടെങ്കിലും അപ്പൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാറാണ് പതിവ്. അങ്ങനെ രാവിലെ തന്നെ പുട്ടും പഴമായിരുന്നു കേട്ടോ. പുട്ടിൻ്റെ കൂടെ ഒന്നില്ലെങ്കിൽ എനിക്ക് ബീഫ് കറി അല്ലെങ്കിൽ ഇങ്ങനെ പഴം കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. അപ്പം പുട്ടും പഴവും അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം അങ്ങനെ അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായി. ചിക്കനും കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ ചപ്പക്കരിഞ്ഞ് കഴുകി വെച്ചു. പിന്നെ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയി നോക്കുമ്പം ഭയങ്കര തിരക്കാണ്. നമ്മൾ ഹോമിയോയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഹോമിയോയിൽ ഭയങ്കര തിരക്ക്. നമുക്ക് 61ാമത്തെ ടോക്കണാണ് കേട്ടോ. ഇത് ശരിക്കും ഒരു അബദ്ധം പറ്റിയതാണ്. ടോക്കൺ എടുക്കാൻ മറന്നു പോയിണ്ടായി. അങ്ങനെ അതിനുശേഷം നമ്മൾ നല്ലോണം വിശന്നിട്ടാണ് തിരിച്ച് വീട്ടിലെത്തി എത്തിയത്. രാവിലെ നമ്മൾ പോയിട്ട് നമ്മളൊരു ഉച്ച 2 മണിക്കാണ് എത്തുന്നത് കേട്ടോ. അപ്പോൾ വേഗം കുറച്ച് ചോറ് ഗ്യാസ് മേലിട്ട് അതേപോലെ തന്നെ ഈ ഒരു തക്കാളിയും മാങ്ങയൊക്കെ കൂടുതലൊരു കറി ഉണ്ടാക്കി കേട്ടോ. ഈ ഒരു കറീൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും താഴത്ത് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇൻഷാല്ലാ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാനും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനും ആമിയും കുറച്ച് നേരം ഇങ്ങനെ കളിച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മുളത്തത് അവിടെ ചോറും കറിയും ആക്കുന്നുണ്ട്. നമുക്ക് നല്ല വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വിശന്ന് പറഞ്ഞാൽ നല്ലോണം വിശന്നിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറും കറി ആക്കുന്ന തിരക്കിലായിരുന്നു. അതിനുശേഷം ഞങ്ങളിത് അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ചോറൊക്കെ സെറ്റായി. പിന്നെ നന്നായിട്ട് അങ്ങ് കഴിച്ചു. വിശപ്പിൻ്റെ ആ ഒരു ഊക്ക് നമ്മൾ സാധാരണ പുറത്തുനിന്നാണ് കഴിക്കൽ. പിന്നെ ഇന്ന് പുറത്തുനിന്ന് കഴിക്കേണ്ടെന്ന് വിചാരിച്ച് വീട്ടിൽ വന്ന് നമുക്ക് കഴിക്കാമെന്നുള്ള രീതിക്ക് ഞാൻ വീട്ടിലോട്ട് പോകുന്നതാണ്. പിന്നെ പുറത്തൊക്കെ പെരും വെയിലും കാരണം നിൽക്കാനും ആവാത്തൊരു സ്ഥിതിയാണ്. ഹോസ്പിറ്റലിൽ തന്നെ നിന്നിട്ട് അത്യാവശ്യം നല്ലോണം നേരം വൈകിയിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ പോയി കാണിക്കൽ പെട്ടെന്ന് കഴിഞ്ഞ്. പക്ഷെ മരുന്ന് വാങ്ങുന്നിടത്ത് ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നല്ല രീതിക്ക് ലേറ്റായി ഉണ്ടായി. നമ്മൾ എന്നിട്ട് എന്താക്കി കാണിച്ച് അതിന് ശേഷം മരുന്ന് വാങ്ങുന്നിടത്ത് ടോക്കൺ എടുക്കണമായിരുന്നു. പക്ഷെ അത് എടുക്കാണ്ട് കുറേ നേരം അവിടെ ഇരുന്നു. അവർ വിളിക്കും വിചാരിച്ചിട്ട് പിന്നെയാണ് അറിഞ്ഞത് അവിടെ പോയിട്ട് ടോക്കൺ എടുക്കണം എന്നുള്ളത്. അങ്ങനെ പിന്നെ നേരെ അവിടെ ക്യൂവിൽ പോയിട്ട് നിന്ന് ടോക്കൺ എടുത്ത് പിന്നെ തിരിച്ച് വന്ന് ടോക്കൺ പ്രകാരം 61 നമ്മൾ നമ്പർ. നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് 44 43 എന്തോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ 43 44 കിടക്കുക എന്ന് പറയുന്നതേ ഇടങ്ങാറ. മെല്ലനെ നീങ്ങുന്നല്ലാണ്ട് അത് പോകുന്നതന്നെയല്ല. ഒരാളതൊക്കെ കഴിയുമ്പോഴത്തേന് മരുന്ന് കൊടുത്ത് കഴിയുമ്പോഴത്തേന് 1 മണിക്കൂർ നീളും. ആ ഒരു അത്രയും ടൈം ലാഗായിരുന്നു കേട്ടോ അവിടെ. അതിനുശേഷം പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ചോറും കറി ആക്കണം രാത്രിക്കത്തേക്കുള്ള. നമ്മളപ്പോൾ ഗ്യാസിൽ നമുക്ക് മാത്രമുള്ള കുറച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അടുപ്പ് കത്തിച്ച് മുളത്തത്. അതിനുശേഷം പച്ചമാങ്ങ ഇങ്ങനെ തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തെങ്കിലും പച്ചമാങ്ങ തേങ്ങ അരച്ച കറിയോ അങ്ങനെ എന്തെങ്കിലും ആക്കാന്നുള്ള പ്ലാനിലായിരുന്നു. അതേപോലെ തന്നെ അങ്ങനെ ആക്കി. പക്ഷെ വെച്ച് വന്ന് നോക്കുമ്പോൾ മാങ്ങക്ക് ഭയങ്കര പുളി. സാധാരണ കോമാങ്ങക്ക് ഇത്ര പുളി ഉണ്ടാവാറില്ലല്ലോ. പക്ഷേ എന്താണെന്നറിയില്ല, കോമാങ്ങക്ക് ഭയങ്കര പുളി. പക്ഷെ നമ്മൾ കഴിക്കാൻ നേരം ആയപ്പോഴത്തേക്ക് ആ ഒരു പുളിയൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ടോ. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് വെക്കുകയാണ്. അടുപ്പത്ത് ചോറായും കൊണ്ട് നിൽക്കുന്നുണ്ട് രാത്രിക്കേക്കുള്ള. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൽ മെയിനായിട്ട് ഫുഡ് ഉണ്ടാക്കല്ലേ, ഫുഡ് കഴിക്കുക തന്നെയേ ഉള്ളൂ. ഡേ ഇൻ മൈ ലൈഫിൽ ഇതിൽ പ്രധാനമായിട്ട് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്തായാലും ഞാൻ എടുത്ത സ്ഥിതിക്ക് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ മാങ്ങ ഞാൻ നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് കേട്ടോ. ഈ ഒരു മാങ്ങ റെസിപ്പി ഞാൻ എൻ്റെ ഷോർട്സിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരെന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതേപോലെ നമ്മളെ വീഡിയോസ് കുറച്ച് ആൾക്കാർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവരും എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ വാച്ച് ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ കാണുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാച്ച് ചെയ്യുക. അതിനുശേഷം പിന്നെ വെറുതെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പം നല്ല അത്യാവശ്യം ബാക്കിൽ, ഇത് നമ്മുടെ വീടിൻ്റെ ബാക്കത്തെ സൈഡാണ് കേട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് മാങ്ങയൊക്കെ കായ്ച്ചിട്ടുണ്ട്. ഇതിലിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ട് നല്ല മാങ്ങയും അതേപോലെ ചെറുനാരങ്ങൻ്റെ മരത്തിൽ ചെറുനാരങ്ങ ഉണ്ടായിട്ടുണ്ട്. അവക്കാഡോ ഉണ്ടായിട്ടുണ്ട്. അവക്കാഡോ ചെറുത് ഉണ്ടാവാൻ തുടങ്ങി. നമ്മൾ ആദ്യത്തെ അവക്കാഡോ മരം ഒരു 2-3 കൊല്ലത്തെ പ്രളയത്തിൽ അതങ്ങ് പോയിണ്ടായിട്ടോ. അപ്പം പിന്നെ മോൾത്താത്ത മാങ്ങക്കറിക്കുള്ള തേങ്ങ ചിരവിത്തിരുന്നാണ്. ഈ ചിരവ ഇപ്പം എവിടെയും കാണാൻ ചാൻസ് ഇല്ല. കാരണം ഇപ്പൊക്കെ വേറെയാണല്ലോ. പക്ഷെ നമ്മളവിടെ കാലങ്ങളായിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇതുവരെ കളഞ്ഞില്ല. അങ്ങനെ അത് നമ്മളിപ്പോൾ കളയണ്ട. അങ്ങനെ കുറേ പഴയ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. കാണാൻ ഭയങ്കര രസമാണ്. കുറേ വർഷങ്ങൾ പഴക്കമുള്ള സാധനങ്ങളുണ്ട്. അതൊക്കെ ഇവിടെ സൂക്ഷിക്കാൻ ഇവിടെ എല്ലാവർക്കും ഭയങ്കര താല്പര്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ ഞാൻ എന്താക്കി മസാല പെരക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എന്തെങ്കിലും തേങ്ങരച്ച കറി ഉണ്ടെങ്കിൽ പിന്നെ തേങ്ങരച്ച കറി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാങ്ങ ഒരു മുളകിട്ട പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആക്കിയിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെയും കുറച്ച് ബാലൻസ് ഉണ്ടായി. അപ്പോൾ പിന്നെ നമ്മൾ ചിക്കൻ കറി വെക്കണ്ടെന്ന് വിചാരിച്ചു.
കുറച്ച് ചിക്കൻ മാറ്റി ഫ്രിഡ്ജിലേക്കും വെച്ചു, അതായത് നാളെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിലേക്കും വെച്ചു. ബാക്കി കുറച്ചുള്ളത് മസാലയും പെരക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. മസാല പെരക്കി കുറച്ച് നേരം വെച്ചാൽ എന്താ പറയുക, അങ്ങനെ നല്ലോണം മസാല പിടിക്കുമല്ലോ. സാധാരണ അങ്ങനെയാണ് മസാലയൊക്കെ ഇതാക്കി വെക്കൽ. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ എന്താക്കി കുറച്ചു ചിക്കനൊക്കെ ഇങ്ങനെ മസാലയൊക്കെ പെരക്കി വെച്ചു. അതിൻ്റെ ഇടയിൽ ഉമ്മയിലും വന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനോട് പറയുന്നത് ഇതിലേക്ക് വരണ്ട, നിങ്ങളെയും കൂടെ പെടുന്നു പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു വന്ന് പോയ സീനൊക്കെ ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ അടിച്ചു വാരൽ, തുടക്കൽ, വൃത്തിയാക്കൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. കാരണം നമ്മൾ രാവിലെ തന്നെ ഹോസ്പിറ്റലൊക്കെ പോയതുകൊണ്ട് ആ ഒരു തിരക്കും പിടിയിലും നമ്മൾ വേഗം തീർത്ത് പോയി എന്നല്ലാണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ മൈൻഡിൽ ആക്ച്വലി ഉണ്ടായിരുന്നു ഇങ്ങനെ രാവിലെ തൊട്ടേ വീഡിയോസ് എടുക്കണം എന്നുള്ളത്. പക്ഷേങ്കിൽ ആ ഒരു എന്താ പറയുക ടൈമിന് പെട്ടെന്ന് നമ്മൾ വേഗം പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വേഗം തിരിച്ചു വരാമെന്നുള്ള ആ ഒരു ഇതിലായിരുന്നു നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ വേഗം കാര്യങ്ങളൊക്കെ തീർത്ത് കുറച്ച് ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ആക്കി വെച്ച് പിന്നെ വേഗം പണിയും തീർത്ത് അങ്ങനെ എന്താ പറയുക വേഗം പെട്ടെന്ന് നമ്മൾ ചെലവടേന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയിക്കാണ് കേട്ടോ. അതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് അതൊന്നും ഇതിൽ പെടാത്തത്. പിന്നെ കറി ചിക്കനുള്ള മസാലയൊക്കെ കൂട്ടി അവിടെ സൈഡിൽ വെച്ചു. പിന്നെ ചോറ് അടുപ്പത്താവുന്നുണ്ട്, അതേപോലെ കറി ആയിട്ടുണ്ട്. അപ്പോൾ പാത്രം കുറച്ചുണ്ടായിരുന്നു. നമ്മൾ എന്തെങ്കിലും പണി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുമല്ലോ കുറച്ച് അല്ലറ ചില്ലറ പാത്രങ്ങളൊക്കെ കഴുകാനും പിടിക്കാനും ഉണ്ടായിരുന്നു. പിന്നെ നേരത്തെ കുറച്ച് പാത്രങ്ങൾ ഞാൻ കഴുകി തടേൻ്റെ സൈഡിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പാത്രങ്ങൾ അതൊന്നും ഒതുക്കി പെറുക്കി വെച്ചില്ല, കഴുകിയിട്ട് അങ്ങനെ അങ്ങ് വെച്ചതാണ്. എടുത്തൊന്നും വെച്ചിട്ടുണ്ടായില്ല കേട്ടോ. കുറച്ച് അതിൻ്റെ എടുത്ത് വെക്കാന്നുള്ള ഒരു ഇതിൽ അങ്ങനെ വെച്ചതാണ്, കഴുകി അങ്ങനെ വെച്ചതാണ്. അന്നേരം പിന്നെ ഞാനതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി. പിന്നെ ഉമ്മയൊക്കെ പോയി ജോലി കഴിഞ്ഞ് വന്നു. പിന്നെ നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ചായയൊക്കെ ഇട്ട് വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ചായ പതിവാണ് കേട്ടോ. ഇവിടെ ചായ ഇല്ലാത്ത കളിയിൽ പിന്നെയും വീട്ടിൽ ഉമ്മ ഓരൊക്കെ ചായ കുടിക്കാത്തുള്ളൂ. എനിക്കാണെങ്കിൽ ഒരു 4 നേരമല്ല ഒരു 5 നേരം ചായ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് കുടിക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം എന്താ പറയുക ഐസ്ക്രീം കഴിക്കാൻ പെട്ടെന്നൊരു പൂതി. അങ്ങനെ പിന്നെ നേരെ കുട്ടാപ്പിനെ വിളിച്ചപ്പോൾ, കുട്ടാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ മോനാണ്. അപ്പം ഞാൻ ഓനെ വിളിച്ചു. അപ്പോൾ ഓനെ വിളിച്ചപ്പോൾ പറഞ്ഞാൽ എനിക്ക് പണി ഒന്നുമില്ല, വെറുതെ ഇരിക്കുകയാണ്, കടയൊക്കെ പൂട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാൽ മതി നമുക്കൊന്ന് പുറത്ത് പോയിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ മിക്ക ദിവസങ്ങളിൽ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഞാനും ഓനും കൂടിയാണ് കേട്ടോ പോവാറ്. ഞാൻ പെട്ടെന്ന് ഓനെ വിളിക്കൽ. അങ്ങനെ ഞങ്ങൾ നെഹ്ദയിലേക്ക് പോവാണ് കേട്ടോ. പോകുന്ന സമയത്ത് പെരും ചൂടാണ് ഗൈസ്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഹൂഡിയും ഇട്ടിട്ടുണ്ട്. എന്തിനാ കിട്ടിയെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിക്കില്ല കേട്ടോ. എന്നാലും ഞാൻ ആ ഹൂഡി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചാൽ ഈ ചൂടത്ത് ഞാൻ എന്തിനാ ഇതിട്ടിട്ട് പോയത്. അങ്ങനെ നെഹ്ദയിലെത്തി നമുക്ക് ഓട്സ് വാങ്ങാനുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ നമ്മൾ വിളിച്ചിട്ട് പറയുന്നത് ഓട്സ് വേണമെന്നുള്ളത്. അങ്ങനെ ഓട്സിൻ്റെ പുതിയൊരു ഐറ്റം കണ്ടിട്ടുണ്ടായിട്ടോ. അതായത് റാഗി പിന്നെ അതേപോലെ അങ്ങനത്തെ ചിയാ സീഡൊക്കെ ഇട്ടിട്ടൊരു സാധനം. അങ്ങനെ അതുണ്ടാക്കി അതൊരു പാക്കറ്റ് എടുത്തു. പിന്നെ ഐസ്ക്രീമിലോട്ട് പോയിട്ടോ. ഐസ്ക്രീം കണ്ടിട്ട് ഏതാ വാങ്ങേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാണ്. എന്താണെന്നല്ല പെട്ടെന്ന് തോന്നിയൊരു ഇതാണ് ഐസ്ക്രീം കഴിക്കണം. ആദ്യം ഞാൻ ആ വാനിലേൻ്റെ എടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു അത് വേണ്ട വേറെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേറെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ തിരിച്ചു വരികയാണ്. ഞങ്ങൾ ഓരോ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചില്ലേക്ക് അങ്ങനെ വരികയാണ് കേട്ടോ. ഭയങ്കര രസമാണ് രാത്രി ഈ ബൈക്കിലൊക്കെ പോവുക അല്ലെങ്കിൽ സ്കൂട്ടിയിലൊക്കെ ഇങ്ങനെ രാത്രി പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനും മോനും കൂടെ അങ്ങനെ ചില്ല് ചെയ്ത് ഞങ്ങൾ തിരിച്ചു വരികയാണ്. പിന്നെ നേരെ ഞാൻ എന്താക്കി മില്ലുമുക്കിലേക്ക് പോയിട്ടോ. അതായത് എന്നെ വീട്ടിൽ ഉപ്പ പീടിയ കൂട്ടി ഉണ്ടായില്ല. അപ്പം മില്ലുമുക്ക് പോയിട്ട് ഉപ്പാനെ കൂടെ തിരിച്ച് പുരയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വെറുതെ പിന്നെയും താഴേക്ക് ഇറങ്ങണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ പിന്നെ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയാണോ വരുന്നത്. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്